ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഒരു മനോഹരമായ ബൈബിൾ ക്ലാസ്സുകളിലേക്കും അതുപോലെ സൺഡേ സ്കൂൾ വാർഷികത്തിലേക്കും എന്നെ ക്ഷണിച്ചതായ ഈ സഭയിലുള്ളതായ ഇവാഞ്ചലിസ്റ്റ് സത്യദാസ് അവർകൾക്കും സഭയിലുള്ളതായ മൂപ്പന്മാർക്കും ഉള്ളതായ നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ദൈവവചനം കേൾക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ, സഭാ മൂപ്പന്മാർ, ഈ സഭയിലെ വിശ്വാസികൾ, അതുപോലെ ഇവിടെയുള്ളതായ ചുറ്റുപാടിലുള്ളതായ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ഉള്ളതായ നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിച്ചു കൊള്ളുന്നു. ദൈവവചനം ഒന്ന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്. അതുപോലെ ദൈവവചനത്തിന് മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ മാനിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ മാനിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ദൈവവചനം അത് കേട്ട് ജീവിതത്തിൽ യാഥാർത്ഥ്യം അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് ദൈവം നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് അവൻ പദ്ധതി വച്ചിരിക്കുകയാണ്, പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിന് പ്രത്യേകമായിട്ടുള്ളതായ മാനദണ്ഡങ്ങളുണ്ട്. അതെല്ലാം ദൈവം അവൻ്റെ വചനത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി നൽകിയിരിക്കുകയാണ്. ആ വചനത്തിന് നമ്മൾ വായിച്ച് അത് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്നതായ രീതിയിൽ നമ്മുടെ ജീവിതം ആയിത്തീരുവാനായിട്ട് ഇടയാകും. അതുമാത്രമല്ല, ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതി പ്രകാരമുള്ളതായ ആ ജീവിതം ലോകത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളതായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമൂഹത്തിൽ, സഭയിൽ ദൈവത്തിന് അതുപോലെ മറ്റുള്ളവർക്കും പ്രയോജനകരമായിട്ടുള്ളതായ ജീവിതം നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ നാളുകളിലെല്ലാം പ്രാർത്ഥിച്ച് നമ്മൾ അതിനായിട്ട് പല പ്രിപ്പറേഷൻ എടുക്കുവാനായിട്ടിടയായി. ദൈവത്തിൻ്റെ വചനം നമ്മൾ അത് ക്രമമായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. പല ആളുകളും, പല രാജ്യങ്ങളിലുള്ളവർ, പല സ്ഥലങ്ങളിലുള്ളതായ ആളുകൾ ദൈവത്തിൻ്റെ വചനം അത് പഠിക്കണം, അത് പറയുന്നത് പോലെ ജീവിക്കണം എന്നുള്ള താല്പര്യങ്ങളുണ്ട്. എന്നാൽ അവർക്ക് അങ്ങനെയുള്ള അവസരങ്ങളില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ഒരു സമയം അത് പാഴാക്കാതെ എല്ലാ മറ്റുള്ളതായ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവവചനം കേൾക്കുവാനായിട്ട് നിങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന തലക്കെട്ടിലാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ആ വിഷയമാണ് ചിന്തിക്കുവാൻ പോകുന്നത്. പുതിയ നിയമത്തിൽ ദൈവദാസന്മാർ ദൈവം നൽകിയതായ വെളിപ്പാടുകൾ അത് ഒന്നും തന്നെ അതിൽ പാഴായി പോകാതെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയതായ വചനം അങ്ങനെ തന്നെ അവൻ്റെ തിരുവെഴുത്തുകളിൽ ആ ദൈവദാസന്മാർ അത് രേഖപ്പെടുത്തുവാനായിട്ടിടയായി. ചരിത്രത്തിൽ ദൈവം അതിനെ സംരക്ഷിക്കുവാനായിട്ടിടയായി. അങ്ങനെ ദൈവം നൽകിയതായ വചനം നമ്മൾ വായിച്ച് പഠിച്ചു മനസ്സിലാക്കാം. പ്രത്യേകിച്ചും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതം എങ്ങനെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ പല ലേഖനങ്ങളിൽ ദൈവദാസന്മാർ പല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അതെല്ലാം നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ള സമയമില്ല. നമ്മൾ ഈ പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന വിഷയം റോമാലേഖനം 12-ാമത്തെ അധ്യായം ആസ്പദമാക്കി 1-2 അല്ലെങ്കിൽ ചില വാക്യങ്ങൾ അതിൽ നിന്ന് വായിച്ച് നമ്മൾ വരുന്നതായ ദിവസങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് പോകുകയാണ്. പ്രിയമുള്ളവരെ, പ്രായോഗിക ക്രിസ്തീയ ജീവിതം അത് റോമർക്ക് എഴുതിയതായ ലേഖനം 12-ാമത്തെ അധ്യായം ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുവാൻ പോകുകയാണ്. റോമാലേഖനം നമ്മൾ എടുത്തു നോക്കിയാൽ അത് എഴുതിയത് ആരാണ്? അത് ദൈവദാസനായ പൗലോസാണ് ആ ലേഖനം എഴുതി നൽകുവാനായിട്ട് ഇടയായത്. പൗലോസ് താൻ ബെന്യാമീൻ ഗോത്രത്തിലാണ് താൻ ജനിച്ച് വളരുവാനായിട്ട് ഇടയായത്. താൻ ജനിച്ചത് മുതൽ തൻ്റെ വീട്ടിൽ ഇരുന്നതായ ആ ചെറുപ്രായത്തിൽ തന്നെ ന്യായപ്രമാണം കൃത്യമായിട്ട് പഠിക്കുവാനായിട്ടിടയായി. തൻ്റെ മാതാപിതാക്കൾ ന്യായപ്രമാണത്തിന് തനിക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ടിടയായി. അങ്ങനെ ന്യായപ്രമാണത്തിന് ക്രമമായിട്ട് പഠിച്ച് താൻ വീട്ടിൽ വെച്ച് തന്നെ ആ വാക്യങ്ങൾ അത് ക്രമമായിട്ട് പഠിച്ച് വളരുവാനായിട്ടിടയായി. അത് കഴിഞ്ഞിട്ട് യഹൂദന്മാരുടെ പള്ളിയിൽ കടന്നു ചെന്നു. അവിടെയും ഈ ന്യായപ്രമാണം പഠിക്കുവാനായിട്ടിടയായി. അതുമാത്രമല്ല, താൻ യെരുശലേമിലേക്ക് കടന്നു വരുവാനിടയായി. അവിടെ ഗമാലിയേൽ എന്ന് പറയുന്ന റബി,
അല്ലെങ്കിൽ ഈ ന്യായപ്രമാണം ക്രമമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന അന്നത്തെ യൂണിവേഴ്സിറ്റി ആയിരുന്നതായ സ്ഥലത്തിൽ ഈ ന്യായപ്രമാണം പഠിപ്പിച്ചു കൊണ്ടിരുന്നതായ ഗമാലിയലിൻ്റെ കീഴ് ന്യായപ്രമാണം ആ യെരുശലേമിൽ വെച്ച് താൻ പഠിക്കുവാനായിട്ടിടയായി. പഠിച്ച കാര്യത്തിൽ വളരെ ധീരതയോടുകൂടെ അതിൽ ഒന്നും തന്നെ വിടാതെ പ്രായോഗികമാക്കണമെന്ന് പറയുന്ന കാര്യത്തിൽ വളരെ നിർബന്ധമുള്ളതായ വ്യക്തിയായിരുന്നു പൗലോസ്. താൻ എന്തു ചെയ്തു? ഈ ന്യായപ്രമാണം അല്ലെങ്കിൽ യഹൂദന്മാർ ഇസ്രായേൽ അല്ലാത്ത ആളുകളെ താൻ വെറുക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ കൂട്ടത്തെ താൻ പീഡിപ്പിക്കണമെന്ന് പറയുന്ന ആ ഉത്സാഹത്തോടുകൂടെ താൻ മുൻപോട്ട് കടന്നു പോകുവാനായിട്ടിടയായി. അങ്ങനെയുള്ളതായ ഒരു കൂട്ടമായിരുന്നു അന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കൂട്ടം. അതിനെ വെറുക്കുവാനായിട്ടിടയായി. എന്ന് പറഞ്ഞാൽ മശിഹയ്ക്കും അല്ലെങ്കിൽ ന്യായപ്രമാണത്തിനും അവർ എതിരായിട്ട് പ്രവർത്തിക്കുന്നവരെന്നുള്ളതായ തെറ്റായ ചിന്ത തൻ്റെ മനസ്സിലേക്ക് കടന്നു വരുവാനിടയായി. അങ്ങനെ ആ ക്രിസ്ത്യാനികളെ, സഭയിലുള്ളതായ വിശ്വാസികളെ, അതുപോലെ സ്ത്രീകളെന്ന് നോക്കാതെ കുഞ്ഞുങ്ങളെന്ന് നോക്കാതെ അവരെ പീഡിപ്പിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. പ്രിയമുള്ളവരെ, ദൈവജനത്തിനും വിശ്വാസികൾക്കും സഭയ്ക്കുമുള്ളതായ പീഡനം എന്ന് പറയുന്നത് അതൊരു പുതിയ ഒരു കാര്യമല്ല. പണ്ട് തൊട്ടേ അത് കാലാകാലങ്ങളായി ചരിത്രത്തിൽ ദൈവദാസന്മാർ, അതുപോലെ ശുശ്രൂഷകന്മാർ, വിശ്വാസികൾ കടന്നുപോയ ഒരു കാര്യമായിരുന്നു. എന്നാൽ അങ്ങനെ സഭയെയും ദൈവമക്കളെയും പീഡിപ്പിക്കുവാൻ ഇറങ്ങിയതായ ആളുകളെ ദൈവം വിളിക്കുവാനായിട്ടിടയായി. അങ്ങനെ ഒരു സംഭവം പൗലോസിന്റെ ജീവിതത്തിലും ഉണ്ടാകുവാനായിട്ടിടയായി. യെരുശലേമിൽ താൻ ആയിരുന്നപ്പോൾ അങ്ങനെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ ഉപദ്രവിച്ചു അങ്ങനെ മുൻപോട്ട് കടന്നുപോയപ്പോൾ ദമസ്കോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ സഭ അവിടെ ഉണ്ട്, അവിടെ വിശ്വാസികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട് എന്നുള്ള കാര്യം താൻ കേട്ടപ്പോൾ അവിടെ ചെന്ന് അവിടെ ഉള്ളവരെ തടവിലാക്കുവാൻ, പീഡിപ്പിക്കുവാൻ വേണ്ടി യെരുശലേമിൽ നിന്ന് അനുവാദം വാങ്ങിക്കൊണ്ട് അവിടേക്ക് താൻ യാത്ര ചെയ്ത് പുറപ്പെടുവാനിടയായി. അങ്ങനെ ആ ദമസ്കോസ് എന്ന് പറയുന്ന പട്ടണത്തിന്റെ അടുത്ത് ചെന്നതായ സമയം താൻ വളരെ ഉത്സാഹത്തോടെ അവരെ പീഡിപ്പിക്കുവാനായിട്ട് കടന്നു പോകുകയാണ്. എന്നാൽ അവിടെ വെച്ച് ദൈവം ഈ പൗലോസിനെ വിളിക്കുവാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, അവിടെ താൻ താഴെ വീണ് കടന്നുകൊണ്ട് താൻ ചോദിക്കുകയാണ്, കർത്താവേ അങ്ങ് ആരാകുന്നു എന്നുള്ളതായ ചോദ്യം ചോദിക്കുകയാണ്. അവിടെ വെച്ച് താൻ ഇതുവരെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നതായ ആ മശിഹ അല്ലെങ്കിൽ ആ ക്രിസ്തു ഈ പൗലോസിനെ തൻ്റെ വേലയ്ക്കായിട്ട് അവിടെ തെരഞ്ഞെടുക്കുവാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, തൻ്റെ ജീവിതം ആ കർത്താവിനായിട്ട് താൻ സമർപ്പിക്കുവാനായിട്ടിടയായി. അവിടെ ആ ദമസ്കോസ് എന്ന് പറയുന്ന ആ പട്ടണത്തിൽ വെച്ച് സുവിശേഷം താൻ കേട്ടു. ഈ ക്രിസ്തുവിനെ തൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനിടയായി, സ്നാനപ്പെടുവാനിടയായി. ഇതുവരെയിലും ക്രിസ്തു അല്ല മശിഹ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതായ പൗലോസ് അവിടെ നിന്ന് ക്രിസ്തുവാണ് മശിഹ എന്ന് പറയുവാനായിട്ട്, അത് തെളിയിക്കുവാനായിട്ട് തുടങ്ങി. സുവിശേഷം പ്രസംഗിക്കുവാനായിട്ടിടയായി, പല സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുവാനായിട്ടിടയായി. അങ്ങനെ ആ ദമസ്കോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് താൻ നേരെ കടന്നുപോയത് അവിടെ അറേബ്യ എന്ന് പറയുന്ന ദേശത്തിലായിരുന്നു. 3 വർഷം അവിടെ ആയിരുന്നു. അവിടെ വെച്ച് ദൈവം തനിക്ക് വെളിപ്പാടുകൾ നൽകി. അതെല്ലാം താൻ പഠിച്ചതിന് ശേഷം, അതെല്ലാം തനിക്ക് ലഭിച്ചതിന് ശേഷം അവൻ എവിടേക്ക് കടന്നു വന്നു? യെരുശലേമിലേക്ക് കടന്നു വന്നു. അവിടെ ഉള്ളതായ ആ ശിഷ്യന്മാരോട്, അപ്പോസ്തലന്മാരോട് കൂടെ ചേരുവാനായിട്ടുള്ളതായ അവരോട് കടന്നു വരുവാൻ, അവരോട് ചേരുവാൻ അവൻ ശ്രമിച്ചു. ആദ്യം അവർ കൂട്ടാക്കിയില്ല. എന്നാൽ അവിടെ ഉള്ളതായ ബർണബാസിന്റെ റെക്കമെൻഡേഷനിൽ കൂടി അവരോട് ചേരുവാനിടയായി, അവരോട് സംസാരിക്കുവാനിടയായി. എന്നാൽ അത് കഴിഞ്ഞിട്ട് താൻ സ്വന്തം ദേശത്തിലേക്ക് കടന്നുപോയി. എന്നാൽ അന്ത്യോക്യ എന്ന് പറയുന്ന പട്ടണത്തിൽ അവിടെ ഉള്ളതായ വിശ്വാസികൾക്കിടയിൽ ദൈവവചനം സംസാരിക്കണമെന്ന് പറയുന്ന ആ ഒരു ആവശ്യം കടന്നു വന്നപ്പോൾ ബർണബാസ് ഈ പൗലോസിനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വരുവാനിടയായി. അങ്ങനെ പൗലോസും ബർണബാസും അന്ത്യോക്യ എന്ന് പറയുന്ന പട്ടണത്തിൽ ദൈവവചനം അവരെ സംസാരിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുവാനിടയായി, സഭ വളരുവാനിടയായി. എന്നാൽ അവിടെ വെച്ചാണ് ദൈവം ആ സഭയിലുള്ളതായ മൂപ്പന്മാരോട് ഇവരെ ദൈവവേലയ്ക്കായി, മിഷണറി യാത്രയ്ക്കായിട്ട് പറഞ്ഞു അയക്കണമെന്ന് അവിടെ പരിശുദ്ധാത്മാവ് പറയുവാനിടയായി. അങ്ങനെ സഭയിലുള്ളതായ മൂപ്പന്മാർ പ്രാർത്ഥിച്ച് പൗലോസിനെയും ബർണബാസിനെയും മിഷണറി യാത്രയ്ക്കായിട്ട് അയക്കുവാനിടയായി. അങ്ങനെ പൗലോസ് ഈ വിലയേറിയ ദൈവവചനവുമായിട്ട്, ജീവനുള്ളതായ ദൈവവചനവുമായിട്ട് താൻ യാത്ര ചെയ്തു. പല സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുവാനിടയായി. ആസിയ,
യൂറോപ്പ് എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നുപോയി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനിടയായി, സഭകൾ സ്ഥാപിക്കുവാനായിട്ടിടയായി. അതുപോലെ ദൈവം തനിക്ക് നൽകിയതായ വെളിപ്പാടുകൾ അത് ഓരോന്നായിട്ട് എഴുതി ഇവിടെയുള്ളതായ സഭകൾക്കെല്ലാം എഴുതി അവരെ ഉറപ്പിക്കുവാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, അങ്ങനെ താൻ എഴുതിയതായ ഒരു ലേഖനമാണ് റോമർക്ക് എഴുതിയതായ ലേഖനം. ആ റോമർക്ക് എഴുതിയതായ ലേഖനം അത് AD 57 കൊരിന്ത് എന്ന് പറയുന്ന താൻ പട്ടണത്തിൽ തൻ്റെ മിഷണറി യാത്രയുടെ ആ സമയത്തായിരുന്നപ്പോൾ റോമിലുള്ളതായ വിശ്വാസികൾക്ക് താൻ എഴുതുവാനായിട്ട് ഇടയായി. കൊരിന്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ താൻ മിഷണറി യാത്ര ചെയ്ത് കടന്നു വന്ന് അവിടെ ദൈവവചനം അറിയിച്ചു കൊണ്ടിരിക്കുന്നതായ സമയമാണ് റോം എന്ന് പറയുന്ന പട്ടണത്തിലുള്ളതായ സഭ, അവിടെ ഉള്ളതായ വിശ്വാസികൾ അവർ അറിയേണ്ടതായ വിലയേറിയ സത്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് തനിക്ക് നൽകിയപ്പോൾ അതിന് താൻ എഴുതുവാനായിട്ടിടയായി. അവിടെ വെച്ച് ആ റോമിലുള്ളതായ വിശ്വാസികൾക്ക് താൻ എഴുതുവാൻ ഇടയായി. റോമർക്ക് എഴുതിയതായ ഈ ലേഖനം ഏകദേശം 16 അധ്യായങ്ങൾ ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ 11 അധ്യായങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ ഉപദേശപരമായിട്ടുള്ളതായ കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഉപദേശപരമായിട്ടുള്ളതായ വളരെ മഹത്തായ രക്ഷയെക്കുറിച്ചുള്ളതായ കാര്യം, സുവിശേഷത്തിനെ കുറിച്ചുള്ളതായ കാര്യം, നീതീകരണത്തിനെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ, അങ്ങനെ ഉപദേശപരമായിട്ടുള്ളതായ കാര്യങ്ങൾ 11 അധ്യായങ്ങളിൽ പൗലോസ് അവിടെ രേഖപ്പെടുത്തുകയാണ്. ഇനി 12 മുതൽ 16 വരെയുള്ളതായ അധ്യായങ്ങളിലേക്ക് കടന്നു വന്നാൽ അവിടെ ആണ് നമ്മൾ കാണുന്നത് പ്രായോഗിക തലത്തിൽ ഈ ഉപദേശപരമായിട്ടുള്ളതായ കാര്യങ്ങൾ
നീതിമാനായി തീരുന്നത് വിശ്വാസത്താലാണ്. അതിന് ഉദാഹരണത്തിനായി പൗലോസ് പഴയ നിയമത്തിലുള്ളതായ അബ്രഹാമിനെ അവിടെ കൊണ്ടുവരികയാണ്. അബ്രഹാം എങ്ങനെയാണ് നീതിമാനായി തീർന്നത്? അവൻ തൻ്റെ ദൈവത്തിലുള്ളതായ വിശ്വാസത്താലാണ് താൻ നീതിമാനായി തീർന്നത്. പ്രിയമുള്ളവരെ, താൻ തൻ്റെ മകനായ ആ ഇസഹാക്കിനെ യാഗമർപ്പിച്ചത് കൊണ്ടല്ല, അല്ലാതെ മറ്റ് യാതൊരു പ്രവൃത്തികളാലല്ല താൻ നീതിമാനായി തീർന്നത്. ദൈവം തനിക്ക് വാഗ്ദത്തം നൽകി, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കുമെന്ന് ദൈവം അവന് വാഗ്ദത്തം നൽകുവാനിടയായി. അങ്ങനെ വാഗ്ദത്തം നൽകിയതായ ദൈവത്തെ അബ്രഹാം വിശ്വസിക്കുവാനിടയായി. അങ്ങനെ വിശ്വസിച്ചപ്പോൾ അവൻ നീതിമാനായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നീതീകരണം എങ്ങനെയാ? അത് വിശ്വാസത്താലാണ്. അതിന് പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം കൊണ്ടുവരികയാണ്. ആരാണ്? അതാണ് അബ്രഹാം. ഇനി നമ്മൾ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ, റോമർ 5-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ, അത് നീതീകരണത്തിന്റെ ഫലങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഒരു മനുഷ്യൻ നീതിമാനായി തീർന്നാൽ അവന് ദൈവത്തോട് സമാധാനം ലഭിക്കുകയാണ്. ഒരു മനുഷ്യൻ നീതിമാനായി തീർന്നാൽ അവന്റെ ജീവിതത്തിൽ സന്തോഷം കടന്നു വരികയാണ്. ഒരു മനുഷ്യൻ നീതിമാനായി തീർന്നാൽ അവന് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുകയാണ്. അതുമാത്രമല്ല, ഒരു മനുഷ്യൻ നീതിമാനായി തീർന്നാൽ അത് കാരണം അവന് ദൈവത്തോട് നിരപ്പ് വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ളതായ പല, അതായത് അനന്തര ഫലങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അനീതി പ്രവർത്തിച്ചവരായി, പാപം ചെയ്യുന്നവരായി ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ലാത്ത ജീവിതമാണ് അവൻ ജീവിക്കുന്നത്. ദൈവത്തോട് അവൻ ശത്രുത ഉള്ളവരായിട്ട് ജീവിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്നാൽ ആ മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ, യേശു കർത്താവ് താൻ പാപങ്ങൾക്കായിട്ട് ചെയ്തതായ ആ പ്രവൃത്തിയിൽ അവൻ വിശ്വസിക്കുന്നതായ സമയം, യേശു കർത്താവിനെ വിശ്വസിച്ച് തൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് അവൻ സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവൻ്റെ പാപങ്ങളെ ദൈവം ക്ഷമിക്കുകയാണ്. അതുമാത്രമല്ല, ദൈവത്തിന് മുൻപാകെ ആ ക്രിസ്തുവിൻ്റെ നീതി അവന് നൽകപ്പെടുകയാണ്. അത് കാരണം അവൻ നീതിമാനായി തീരുകയാണ്. അവൻ്റെ ജീവിതത്തിൽ സമാധാനം കടന്നു വരുന്നു. അവൻ്റെ ജീവിതത്തിലെ സന്തോഷം കടന്നു വരികയാണ്. അതുമാത്രമല്ല, അവന് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നു. അവൻ ദൈവത്തോട് നിരപ്പ് ഉള്ളവനായി അവൻ മാറുകയാണ്. അങ്ങനെ നീതീകരണത്തിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. ഏത് അധ്യായം? 5-ാമത്തെ അധ്യായം. ഇനി 6ഉം 7ഉം അധ്യായങ്ങളിലേക്ക് കടന്നു വന്നാൽ അവിടെ പറയുന്ന മറ്റൊരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? വിശുദ്ധീകരണം. ഒരു മനുഷ്യൻ നീതിമാനാക്കപ്പെട്ടാൽ അവൻ പാപത്തിൽ നിന്ന് നിത്യമായ നരകത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് അവൻ വിടുതലയായി ദൈവത്തിന്റെ മുൻപാകെ നീതിമാനായി തീരുകയാണ്. എന്നാൽ ആ നീതിമാനായി തീർന്നതായ വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ വർത്തമാനകാലത്തിൽ എങ്ങനെ ജീവിക്കണം? അവൻ വിശുദ്ധിയുള്ളവനായി ജീവിക്കണം. അത് വർത്തമാനകാലത്തുള്ളതായ രക്ഷയെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾ ഞാനും ലോകത്തിൽ ജീവിക്കുമ്പോൾ, ദൈവമക്കളായി ജീവിക്കുമ്പോൾ, പാപത്തിന്റെ ശക്തി നമ്മളെ പിടിച്ച് അടിമയാക്കി വച്ചിരിക്കുകയാണ്. ആ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതലയായി നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അത് എന്തിനുള്ളതായ രക്ഷയാണ്? പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ളതായ വിടുതൽ. അത് എന്ത് ചെയ്യണം? നിങ്ങൾ ഞാനും വിശുദ്ധിയുള്ളവരായി ജീവിക്കണം. ലോകത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും മുൻപാകെ ദൈവമക്കൾ വിശുദ്ധിയുള്ളവരായി ജീവിക്കണം. They have to live a pure life. നിങ്ങൾ ഞാനും വിശുദ്ധിയുള്ളവരായി ജീവിക്കണമെന്ന് എടുത്തു പറയുന്ന, വിശുദ്ധീകരണത്തിനെ കുറിച്ച് പറയുന്ന അധ്യായങ്ങളാണ് റോമർ 6ഉം 7ഉം അധ്യായങ്ങൾ. ഇനി നമ്മൾ അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ അത് പറയുന്നത് തേജസ്കരണം. നീതിമാനാക്കപ്പെട്ടതായ വ്യക്തി അവൻ നീതീകരണം പ്രാപിച്ചവനായി ലോകത്തിൽ അവൻ വിശുദ്ധനായി ജീവിക്കുമ്പോൾ ഒരു ദിവസം കർത്താവ് കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോൾ അവന് തേജസ്കരിക്കപ്പെട്ടവനായി ആ കർത്താവിനോടുകൂടെ എന്നേക്കും അവൻ അവിടെ ജീവിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആയിരിക്കുവാനായിട്ട് കടന്നു പോകുകയാണ്. തേജസ്കരണം ഭാവികാല രക്ഷയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. എത്രാമത്തെ അധ്യായമാണ്? 8-ാമത്തെ അധ്യായം. ഇനി എത്ര അധ്യായങ്ങളുണ്ട്? 11 ആ അധ്യായങ്ങളിൽ, ആ ഭാഗത്ത് 9, 10, 11 അധ്യായങ്ങൾ.
ആ 9, 10, 11 അധ്യായങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അത് മുഴുവനും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജാതിയെ കുറിച്ച് അവിടെ മുഴുവനുമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ദൈവം ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിയുമായിട്ട് താൻ ഇടപെട്ടതായ ആ ഇടപെടലുകൾ, ദൈവത്തിന്റെ നീതി ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനത്തിൽ ദൈവം കാണിച്ചതായ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. 9-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ മുൻകാല ഇസ്രായേൽ എന്ന് പറയുന്ന ജനം, മുൻപ് ദൈവം അവൻ നീതിമാൻ എന്നുള്ള കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിയിൽ അവൻ തെളിയിക്കുവാനിടയായി. എങ്ങനെ? ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തിനെ ദൈവം തെരഞ്ഞെടുത്തു, അവർക്ക് ന്യായപ്രമാണം കൊടുത്തു, യാഗങ്ങൾ കൊടുത്തു, അതുപോലെ ഉത്സവങ്ങൾ കൊടുക്കുവാനിടയായി, അവരെ ഒരു വലിയ ജാതിയാക്കി തീർക്കുവാനിടയായി. അവർ മിസ്രൈമിൽ അടിമകളായിരുന്നപ്പോൾ അവിടെ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. അവരെ ദൈവം അവരെ ഇസ്രായേൽ അല്ലെങ്കിൽ കനാൻ എന്ന് പറയുന്ന ദേശത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി. അവിടെ ദൈവം അവർക്ക് രാജാക്കന്മാരെ കൊടുത്തു, അവർക്ക് അതുപോലെ പ്രവാചകന്മാരെ കൊടുത്തു. അങ്ങനെ ദൈവത്തിന്റെ നീതിയെ മുൻകാല ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജാതിയിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ 9-ാമത്തെ അധ്യായം മുൻകാല ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയുടെ ചരിത്രത്തിന് നമുക്ക് കാണുവാൻ കഴിയും. ഇനി 10-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ വർത്തമാന കാലത്തുള്ളതായ ഇസ്രായേൽ ജനം, വർത്തമാനകാലം ഇപ്പോൾ എങ്ങനെയാണ് ഇസ്രായേൽ ജനം? അവർക്ക് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്നതായ മശിഹയിനെ അവർ എന്ത് ചെയ്തു? തിരസ്കരിക്കുവാനിടയായി. അല്ലേ? മശിഹ അവർക്ക് വേണ്ടി കടന്നു വന്നു. ആ മശിഹയിനെ ഇസ്രായേൽ ജനം തിരസ്കരിച്ചു. എന്നാൽ ദൈവം അവരെ തിരസ്കരിച്ചില്ല. അവരെ എന്നേക്കുമായി ദൈവം തിരസ്കരിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, താൽക്കാലികമായിട്ട് അവരോട് ഇടപെടുന്ന കാര്യം അവിടെ ഇച്ചിരി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് ദൈവം ഇടപെടുന്നത് ആരോടാണ്? ഈ സഭ, ദൈവത്തിന്റെ സഭയോടുകൂടെ ഇടപെടുകയാണ്. യേശു കർത്താവിനെ സ്വീകരിച്ച് ആ ഇസ്രായേലിൽ നിന്ന് അല്ലെങ്കിൽ ജാതികളിൽ നിന്ന് കടന്നു വരുന്നതായ ജനം, അവർ ഒരുമിച്ച് കടന്നു വരുന്നതാണ് സഭ. ആ സഭയോട് ഇന്ന് ദൈവം ഇടപെടുകയാണ്. അപ്പോൾ 10-ാമത്തെ അധ്യായത്തിൽ വർത്തമാനകാലത്തിൽ താൽക്കാലികമായിട്ട് ദൈവം അവരെ മാറ്റി വച്ചിരിക്കുക എന്ന് പറയുന്ന കാര്യം അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇനി 11-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ അവിടെ നമ്മൾ കാണുന്നത് ഭാവികാല ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം. ഇസ്രായേൽ ജനത്തിന് ദൈവം നിരന്തരമായിട്ട് തിരസ്കരിച്ചിട്ടില്ല, അവരെ മാറ്റിവെച്ചിട്ടില്ല. ദൈവം ഒരിക്കൽ അവരോട് ഇടപെടുവാൻ പോകുകയാണ്. ഇന്ന് സഭ ഈ ലോകത്തിലായിരിക്കുകയാണ്. എന്നാൽ യേശു കർത്താവ് കടന്നു വരുമ്പോൾ, മശിഹ കടന്നു വരുമ്പോൾ ആ കർത്താവിനോട് നമ്മൾ എടുക്കപ്പെടുവാൻ പോകുകയാണ്. അത് കഴിയുമ്പോൾ ദൈവം ഇസ്രായേൽ ജനതയുമായി ഇടപെടുവാൻ പോകുകയാണ്. അങ്ങനെ ഇസ്രായേൽ ജനം എല്ലാവരും അവർ ആ കർത്താവിനെ, ക്രിസ്തുവിനെ നോക്കും, അവനെ വിശ്വസിക്കും, അവരെല്ലാം രക്ഷിക്കപ്പെടുമെന്നുള്ള ആ ഒരു കാര്യം പറയുകയാണ്. എത്രാമത്തെ അധ്യായം? 11 അധ്യായങ്ങൾ. നോക്കണേ, ഈ 11 അധ്യായങ്ങൾ ഉടനീളം എന്താണ് നമ്മൾ കണ്ടത്? മനുഷ്യന്റെ പാപം, ദൈവത്തിന്റെ നീതി. ആ മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അവനെ ദൈവം നീതിമാനാക്കുകയാണ്, വിശുദ്ധീകരിക്കുകയാണ്, തേജസ്കരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ചും നീതിയെക്കുറിച്ചും എടുത്തു പറയുന്ന അധ്യായങ്ങളാണ് ഈ 11 അധ്യായങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലായോ? 11 അധ്യായങ്ങളിൽ ദൈവം വച്ചിരിക്കുന്നത് വലിയൊരു പദ്ധതി, മാനവരാശിക്ക് വേണ്ടി വച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ രക്ഷ, ആ നീതീകരണത്തിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. നീതീകരണം വിശ്വാസത്താൽ മാത്രമാണ്, പ്രവൃത്തികളാൽ അല്ല, കർമ്മങ്ങളാൽ അല്ല, മറ്റൊരു മാർഗം ഇല്ല എന്ന് വളരെ തെളിയിച്ചു പറയുന്ന, ഉറപ്പിച്ചു പറയുന്ന ഭാഗമാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായത്. ഇത്രയും പറഞ്ഞുകൊണ്ട് 11-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. റോമർ 11-ാമത്തെ അധ്യായം 33 മുതൽ 36 വരെയുള്ള ആ ഒരു ഭാഗം നമുക്കൊന്ന് വായിക്കാം.
നോക്കണേ, ഇവിടെ പറയുന്നതായ രക്ഷയുടെ പദ്ധതി മുഴുവനുമായിട്ട് വളരെ വിവരിച്ച് പൗലോസ് പറഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ ജ്ഞാനത്തിനെ കുറിച്ചും അവൻ്റെ പദ്ധതിയെ കുറിച്ചും എല്ലാം അവിടെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ദൈവത്തിൻ്റെ ധനം, അതുപോലെ ദൈവത്തിൻ്റെ ജ്ഞാനം, അതുപോലെ ദൈവത്തിൻ്റെ അറിവ്, അത് എത്ര ആഴമേറിയതെന്ന് അവിടെ പറയുകയാണ് പ്രിയമുള്ളവരെ. അതുമാത്രമല്ല, ദൈവത്തിന്റെ ന്യായവിധികൾ, ദൈവം അവൻ വിധിക്കുന്നവനാണ്, മനുഷ്യർ വിധിക്കുന്നത് പോലെ അല്ല. അവന്റെ മുൻപിൽ അവൻ ഒരിക്കലും അവന് മുഖപക്ഷം ഇല്ല. പാപത്തിനെ പാപമായി കാണുന്നതായ ദൈവം, ആരെയും മുഖപക്ഷമില്ലാതെ വിധിക്കുന്നതായ ദൈവം. അത് മാത്രമല്ല, അവിടെ പറയുകയാണ് അവന്റെ വഴികൾ, അവന്റെ ധനം, അവന്റെ ജ്ഞാനം, അറിവ്, ന്യായവിധികൾ, വഴികൾ, അതെന്താണ്? ദൈവത്തിന്റെ പദ്ധതി. അത് എവിടെയാണ് നമ്മൾ കാണുന്നത്? 1-ാമത്തെ അധ്യായം മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ അവിടെ നമുക്ക് കാണാൻ കഴിയും. മാനവരാശിക്ക് വേണ്ടി ദൈവം ഒരുക്കിയതായ രക്ഷയുടെ പദ്ധതി, അതിന്റെ ആഴം നമുക്ക് അളക്കുവാനായിട്ട് കഴിയുകയില്ല. അത് അത്ര ആഴമേറിയതാണ് പ്രിയമുള്ളവരെ. എത്ര നമുക്ക് ചിന്തിച്ചാലും മനസ്സിലാകുകയില്ല. പിതാവായ ദൈവം മാനവരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ പുത്രനെ കാൽവരി ക്രൂശിൽ അവൻ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ആ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അത്രമാത്രം നിങ്ങളെയും എന്നെയും അവൻ എന്ത് ചെയ്യാണ്? സ്നേഹിക്കുകയാണ് പ്രിയമുള്ളവരെ. അത് മാത്രമല്ല, അവിടെ നമ്മൾ കാണുന്നത് അവന്റെ ന്യായവിധികൾ, അത് അപ്രമേയമാണ്. നമുക്ക് ഇമാജിൻ ചെയ്യുവാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. അവന്റെ വഴികൾ അഗോചരമാണ് പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതായ രക്ഷയ്ക്ക് ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം. നമ്മളെ വീണ്ടെടുത്തു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ദൈവമേ അങ്ങയ്ക്ക് നന്ദി, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് തോന്നുന്ന പോലെ ജീവിക്കേണ്ട ജീവിതമല്ല നമ്മുടെ ജീവിതം. അവന്റെ മുൻപാകെ നമ്മൾ വീഴണം, മുട്ടുകുത്തണം, അവന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം. അതാണ് ഇവിടെ പൗലോസ് ചെയ്യുന്നത്, അല്ലേ? ഉപദേശപരമായ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അതെല്ലാം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമെന്നാണ് അവിടെ പറഞ്ഞു വരുന്നത്. അത് മാത്രമല്ല, 34-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവൻ ആർ. അത് മാത്രമല്ല, 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവന് മന്ത്രിയായിരുന്നവനാർ. അവന് ഈ പദ്ധതിയെല്ലാം പറഞ്ഞു കൊടുത്തത് ആരാണ്? ആരുമല്ല. അവൻ എല്ലാ ജ്ഞാനത്തിനും ഉടയവനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവശക്തിമാനാണ് പ്രിയമുള്ളവരെ. അങ്ങനെയുള്ളതായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതായ ആ പദ്ധതി പ്രിയമുള്ളവരെ എത്ര മനോഹരമാണ്. അത് മാത്രമല്ല, അവിടെ എങ്ങനെയാണ് നമ്മൾ മറ്റൊരു ഭാഗം വായിക്കുന്നത്? ഈ 35-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം എന്താ വായിക്കുന്നത്? നമ്മൾ പറയുമ്പോൾ ആ വാക്യം ഒന്ന് ചെയ്യണം, നമ്മൾ നോക്കണം. കാരണം ഇതൊരു ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് അത് പലപ്പോഴും പലർക്കും മനസ്സിലാകാത്ത ഒരു ഭാഗമാണ്. എന്താണ് നമ്മൾ വായിക്കുന്നത്? അവന് വല്ലത് മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ. അതിന്റെ അർത്ഥം എന്താണ്? അവൻ എന്തെങ്കിലും കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇതാണ്: ദൈവത്തിന് ഒരു കാര്യം ചെയ്യുവാനായിട്ട് അവനെ ഏൽപ്പിച്ചിട്ട് അത് ചെയ്തോ ഇല്ലയോ എന്ന് ചോദ്യം ചോദിക്കുവാൻ തക്കവണ്ണം ആർ എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം പരമ അധികാരിയായ ദൈവമാണ്. അവനെ ചോദ്യം ചോദിക്കുവാൻ ആർക്കും കഴിയുകയില്ല, ആരും ചെയ്യാൻ പാടില്ല. ഹി സുപ്രീം, പരമധികാരിയായ കർത്താവ്. അത് മാത്രമല്ല, അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? 36-ാമത്തെ വാക്യം അവസാനം പറയുകയാണ്, സകലവും അവനിൽ നിന്ന് ഉളവായതാണ്. ലോകത്തിലുള്ളതായ എല്ലാം അവനാണ് ഉണ്ടാക്കിയത്. എല്ലാം ചമച്ചവൻ ദൈവമാണ് പ്രിയമുള്ളവരെ. അവൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്. അത് മാത്രമല്ല, അവിടെ പറയുകയാണ്, അവനാലും അവങ്കലേക്കുമാകുന്നു. ഇന്ന് എല്ലാത്തിനെയും സൃഷ്ടിച്ച് അതിനെ പരിപാലിക്കുന്ന ദൈവം അവനാണ്. അത് മാത്രമല്ല, എല്ലാം ആർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്? അവന് വേണ്ടിയാണ്. നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിനായിട്ടാണ് പ്രിയമുള്ളവരെ. അവനിൽ നിന്നും, ഇനി അവനാലും, അടുത്തത് അവങ്കലേക്കും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവന് എന്നേക്കും മഹത്വം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
നിങ്ങൾ പറയില്ല. പറയണം, ദൈവത്തിന് നന്ദി പറയണം, ദൈവത്തിന് മഹത്വപ്പെടുത്തണം. ഒന്ന് പറയാമോ? ഹല്ലേലൂയ. യെസ്, ദൈവം നമ്മളെ വീണ്ടെടുത്തു. അവൻ്റെ പദ്ധതി എത്ര മഹത്വം ഉള്ളതായ പദ്ധതിയാണ്. ഞായറാഴ്ച നമ്മൾ കടന്നു വരുമ്പോൾ ഇതെല്ലാം ഓർത്ത് ദൈവത്തിന് എന്ത് ചെയ്യണം? നമ്മൾ ആരാധിക്കണം, ദൈവത്തിന് നന്ദി പറയണം. ഞായറാഴ്ച മാത്രമല്ല, നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കണം പ്രിയമുള്ളവരെ. നന്ദിയില്ലാത്തവരായി ജീവിക്കുവാൻ പാടില്ല. മഹത്വം ദൈവത്തിന്, എനിക്കല്ല, ഒരു പ്രസ്ഥാനത്തിനല്ല, അല്ലെങ്കിൽ ഒരു 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 കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ളതല്ല, ദൈവത്തിനാണ്, ദൈവത്തിനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് പൗലോസ് ആ ലേഖനം നിർത്തിയോ? ഇല്ല, നിർത്തിയില്ല. ഇനി ഇതെല്ലാം ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പറഞ്ഞിട്ടാണ് 12-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുന്നത്. അതാണ് നമ്മുടെ വിഷയം. എന്താണ്? പ്രായോഗിക ക്രിസ്തീയ ജീവിതം. ഇന്ന് പലരും ഞായറാഴ്ച സഭയ്ക്ക് കടന്നു വരുന്നവരാ. ചിലർ അങ്ങനെ പോകാറുമില്ല. ഞായറാഴ്ച സഭയിൽ കടന്നു വന്നു, അവിടെ എവിടെയെങ്കിലും ഇരിക്കും, സഭയിൽ പല കാര്യങ്ങൾ നടക്കും, അത് കണ്ടിട്ട് പോകുന്നവരാണ്. നമ്മൾ കാണാനായിട്ടല്ല സഭയിലേക്ക് കടന്നു വരുന്നത്. എന്തിനാ? ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടിയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് കടന്നു വരുന്നത്. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഈ ലോകത്ത് ദൈവമില്ല, പ്രാർത്ഥനയില്ല, ബൈബിളില്ല, ലോകം എന്ത് പറയുന്നു അത് കേൾക്കുക, മറ്റുള്ളവർ അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാർ അല്ലെങ്കിൽ മറ്റാളുകൾ എന്ത് പറയുന്നു അവരെ പോലെ ആ രീതിയിൽ ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. അവർക്ക് അതുകൊണ്ട് എനിക്കില്ല, ഞാൻ അവരെക്കാളും കൂടുതലായിട്ട് ഞാൻ ഈ കാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ള ജീവിതം. ഇങ്ങനെയൊക്കെ ജീവിച്ച് മുൻപോട്ട് പോകുക. അങ്ങനെയാണോ ജീവിക്കേണ്ടത്? അല്ല, ഇങ്ങനെ ജീവിച്ചാൽ പോരാ. രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയായ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇങ്ങനെ ജീവിച്ച് മുൻപോട്ട് പോയാൽ പോരാ. എനിക്ക് വേണ്ടി തൻ്റെ സ്വന്തം മകനെ, ആ പുത്രനെ കാൽവരി ക്രൂശിൽ തകർത്തതായ പിതാവിന് ഞാൻ ഇങ്ങനെ ജീവിക്കുന്ന ജീവിതം പോരാ. എനിക്ക് വേണ്ടി തൻ്റെ ചോര, ആ രക്തം കാൽവരി ക്രൂശിൽ ചിന്തിയതായ ആ കർത്താവിന് ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്നുള്ളതായ തീരുമാനം നമ്മൾ എടുക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയമുള്ളവരെ. ഇനി നമുക്ക് എവിടേക്ക് കടന്നു വരാം? 12-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരാം. 12-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഓ, എത്ര മനോഹരമായ വാക്യം പ്രിയമുള്ളവരെ. പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്. പല സെർമൻസ്, മെസ്സേജസ് അല്ലെങ്കിൽ പ്രസംഗങ്ങൾ ആ വാക്യം ആസ്പദമാക്കി നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അല്ലേ? ഒത്തിരി നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. അങ്ങനെയാണോ ജീവിക്കുന്നത്? ആ വാക്യം ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇങ്ങനെയാണ്. ഇംഗ്ലീഷ് അല്ല, അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ. കാരണം പുതിയ നിയമം എഴുതപ്പെട്ടത് ഏതിലാ? ഗ്രീക്ക് ഭാഷയിലാണ്, റൈറ്റ്? അത് വായിച്ചാൽ അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, റൈറ്റ്? ആ ഗ്രീക്ക് ഞാൻ പറയുന്നില്ല, എന്ന് ഇംഗ്ലീഷിൽ പറയാം. എന്താ? Therefore I urge you എന്ന് പറഞ്ഞാൽ ആ വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ. എങ്ങനെയാ? അതുകൊണ്ട് സഹോദരന്മാരെ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആരംഭിക്കേണ്ടത്. അങ്ങനെയാണ് ആരംഭിക്കുന്നത് പ്രിയമുള്ളവരെ. ആ 1-ാമത്തെ വാക്യം മുൻപ് പറഞ്ഞതായ ഭാഗങ്ങളുമായി കണക്റ്റഡ് ആണ്, അതിന് ഒരു ബന്ധമുണ്ട്. അവിടെ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, അതുകൊണ്ട് സഹോദരിമാരെ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ്, ദൈവം ഒരുക്കിയ വലിയ പദ്ധതി, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നീതിമാന്മാരായി തീർന്നു. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം പ്രിയമുള്ളവരെ. ആ ഒരു ദൈവമായിട്ടുള്ളതായ ബന്ധത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം, ചിലത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോൾ മുൻപ് പറഞ്ഞ കാര്യങ്ങളുമായി അത് ബന്ധപ്പെടുത്തിക്കൊണ്ട് പൗലോസ് മുൻപോട്ട് കടന്നു പോകുകയാണ്. എങ്ങനെയാണ് ആരംഭിക്കുന്നത്? മലയാളത്തിൽ അവിടെ പറയുകയാണ്, സഹോദരന്മാരെ, സഹോദരന്മാരെ. ഓക്കെ, ഈ പുസ്തകം എവിടെ വെച്ച് പൗലോസ് എഴുതി? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചോദ്യം ചോദിക്കുന്നു, റൈറ്റ്?
നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഞാൻ പറഞ്ഞു പോയതാണ്. ഒരു പക്ഷേ അതിങ്ങനെ മനസ്സിൽ കൂടി പോയി കാണാം. എവിടെ വെച്ചാണ് റോമർക്ക് എഴുതിയതായ ലേഖനം പൗലോസ് എഴുതിയത്? കൊരിന്ത് എന്ന് പറയുന്ന പട്ടണം. ആർക്കാണ് എഴുതിയത്? റോമിലുള്ളതായ റോം എന്ന് പറയുന്ന ആ പട്ടണത്തിലുള്ളതായ വിശ്വാസികൾക്കാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. എന്നാൽ ആ റോമിലുള്ളതായ ഈ സഭ പൗലോസ് അതിനെ രൂപീകരിച്ചതല്ല, അതിനെ ആരംഭിച്ചതല്ല. എങ്ങനെയാണ് ആ സഭ ആരംഭിച്ചത്? പെന്തേക്കോസ്തേ നാളിൽ ഒരുപക്ഷെ അവിടേക്ക് കടന്നു വന്നതായ പല യഹൂദന്മാരും അന്ന് അവിടെ വെച്ച് കേട്ടതായ പ്രസംഗ മുഖാന്തരം അവർ വിശ്വാസികളായി മാറി, രക്ഷിക്കപ്പെട്ടവരായി മാറി. അങ്ങനെ കേട്ടതായ വചനവുമായിട്ട് ഇവർ റോമിലേക്ക് കടന്നുപോയപ്പോൾ അവിടെ വെച്ച് ആ ഭാഗത്തുള്ളതായ ആ പട്ടണത്തുള്ളതായ മറ്റുള്ളവർക്ക് ഈ സുവിശേഷം പ്രസംഗിക്കുവാനിടയായി. അങ്ങനെ രക്ഷിക്കപ്പെട്ടതായ വിശ്വാസികൾ ഒരുമിച്ച് കൂടി അങ്ങനെ ആരംഭിക്കപ്പെട്ടതായ സഭയായിരിക്കാം ഏതാ? റോം റോമൻ പട്ടണത്തിലുള്ളതായ ഈ സഭ. അല്ലെങ്കിൽ പൗലോസ് ആസിയയിലും യൂറോപ്പിലുമായിട്ട് കടന്നുപോയി താൻ അവിടെ സുവിശേഷം അറിയിച്ചു. അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടതായ ആളുകൾ റോമിലേക്ക് കടന്നുപോയപ്പോൾ അവർ ഒരുമിച്ച് ആരംഭിച്ചതായിരിക്കാം ഈ റോമിലുള്ളതായ സഭ. എന്നാൽ പൗലോസ് ആരംഭിച്ചതല്ല. പൗലോസ് അവിടെ ഉള്ളതായ ആളുകളെ ഇതുവരെയും കണ്ടിട്ടില്ല. എന്നാൽ നോക്കണേ, ഈ ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുകയാണ് സഹോദരന്മാരെ എന്ന് പറഞ്ഞ് അവരെ അഭിസംബോധന ചെയ്യുകയാണ്, ഗ്രീറ്റ് ചെയ്യുകയാണ്. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, ഇതുവരെയും അവരോട് സംസാരിച്ചിട്ടില്ലാത്ത ആളുകളെ സഹോദരന്മാർ എന്ന് പറയുന്ന ആ ഒരു ബന്ധം അവിടെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിലുള്ളതായ ബന്ധം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിലും ആ ദൈവത്തിന്റെ കൃപയാൽ അവന്റെ ആ സ്നേഹത്താൽ രക്ഷിക്കപ്പെട്ടതായ നിങ്ങൾ ഞാനും ക്രിസ്തുവിൽ ആരാണ്? സഹോദരന്മാരും സഹോദരിമാരും. ഇന്നും ഇവിടെയുള്ളതായ നിങ്ങളിൽ പലരെയും എനിക്ക് അറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, നീതിമാന്മാരായി തീർന്നതുകൊണ്ട് നിങ്ങളും ഞാനും ആരാ? സഹോദരന്മാരാണ്. പ്രിയമുള്ളവരെ, സഹോദരിമാരാണ്. ആ ഒരു വലിയൊരു ബന്ധം നമുക്ക് നൽകിയിരിക്കുകയാണ്. ലോകപരമായിട്ടുള്ളതായ ബന്ധങ്ങളെല്ലാം അതെല്ലാം അവസാനിച്ചു പോകുമ്പോൾ നിലനിൽക്കുന്നതായ ബന്ധമാണ് ക്രിസ്തുവിനുള്ളതായ ബന്ധം. പ്രിയമുള്ളവരെ, സഹോദരന്മാരെ എന്ന് പറയുകയാണ്, സഹോദരന്മാരെ എന്ന് അവിടെ അഭിസംബോധന ചെയ്യുകയാണ്. വെറുതെയാണോ അവിടെ പറയുന്നത്? സഹോദരന്മാരെ എന്ന് പറയുന്ന ബന്ധം അത് ഉന്നതമായ ബന്ധം. പ്രിയമുള്ളവരെ, അത് എത്ര വർണ്ണിച്ചാലും അത് ഒരിക്കലും നമുക്ക് വിവരിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ സഹോദരന്മാരായി തന്നെ നമ്മൾ ജീവിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ അതിനെ പ്രദർശിപ്പിക്കണം. ആളുകൾ അറിയണം നമ്മൾ ആരാ? സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. ക്രിസ്തുവിനുള്ളതായ ബന്ധം മറ്റുള്ളവർ അറിയണം. അങ്ങനെ നമ്മൾ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ നോക്കണേ, ക്രിസ്തുവിനുള്ളതായ ബന്ധത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവിടെ പറയുകയാണ് റോമിലുള്ളതായ വിശ്വാസികളായ നമ്മൾ ആരാണ്? സഹോദരന്മാരാണ്. എത്ര ഒരു വലിയ ഭാഗ്യമാണ്, എത്ര ഉന്നതമായ ഒരു ബന്ധമാണ്. അടുത്തതായിട്ട് പറയുകയാണ് എന്താ? പൗലോസിന്റെ ഒരു പ്രബോധനം എന്ന് പറഞ്ഞാൽ പൗലോസ് ഇവിടെ പറയാണ്, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഒന്ന് എന്താണെന്നറിയാമോ? ഒരു പ്രബോധനം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, പ്രബോധനം എന്ന് പറയുന്ന ആ ഒരു ആശയമുണ്ടെങ്കിലും അതിൻ്റെ മൂലഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ അത് ചിന്തിച്ചാൽ പൗലോസ് ആ സഹോദരന്മാരുടെ, റോമിലുള്ളതായ വിശ്വാസികളുടെ, അതുപോലെ എന്നെ കേൾക്കുന്നതായ ഓരോ ദൈവമക്കളുടെ കാല് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണെന്നറിയാമോ? യാചിക്കുകയാണ്. അത് പ്രബോധനം എന്ന് പറഞ്ഞാലും അതിനുള്ള അർത്ഥം എന്ന് പറയുന്നത് അഭ്യർത്ഥന അല്ലെങ്കിൽ യാചന, ഒരു റിക്വസ്റ്റ് ആണ്, ഒരു യാചനയാണ് മുൻപ് വയ്ക്കുന്നത്. പൗലോസ് നമ്മുടെ കാല് പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം എന്താണ്? ഇനി പറയാൻ പോകുന്നത് വളരെ വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് വെരി വെരി അർജന്റ്, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഞാനും ചെയ്യേണ്ട ഒരു കാര്യം, ഒരു പ്രബോധനം എന്ന് പറഞ്ഞാൽ ഒരു യാചന, ഒരു റിക്വസ്റ്റ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ ബെഗ്. ഞാൻ ഭിക്ഷ യാചിക്കുന്നത് പോലെ നിങ്ങളോട് യാചിക്കുകയാണ്. എന്താണ് ആ പ്രബോധനം? എന്താണ് ആ യാചന?
അതിന് എന്തുകൊണ്ടെന്നറിയാമോ? ഒരു അടിസ്ഥാനമുണ്ട്. വെറുതെ പറയുകയല്ല. എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളോട് യാചിക്കുകയാണ്. ദൈവത്തിന്റെ മനസ്സലിവ് അത് എവിടെ കാണുവാൻ കഴിയും? ദൈവത്തിന്റെ മനസ്സലിവിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പൗലോസ് ഇന്ന് രാത്രിയിൽ നിങ്ങളോടും എന്നോടും യാചിക്കുന്ന ഒരു യാചന. അതെന്താണ് മനസ്സലിവ്? ദൈവത്തിന്റെ മനസ്സലിവ് കാൽവറി ക്രൂസിൽ കാണുന്ന ആ കാര്യം, പ്രിയമുള്ളവരെ, ആ മനസ്സലിവ് എന്ന് പറയുന്ന ആ വാക്ക് പോലും അതിൻ്റെ യഥാർത്ഥ ഒരു കാര്യം എന്ന് പറയുന്നത് ദ മേഴ്സി ഓഫ് ഗാഡ്, ബൈ ദ മേഴ്സീസ് ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കരുണ. അതിനെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ ദയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മേൽ വരുവാനിരുന്നതായ നിത്യമായ ന്യായവിധി ദൈവം നമ്മിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ആ ന്യായവിധി മുഴുവനും പിതാവ് തൻ്റെ പുത്രനുമേൽ ചുമത്തി നമ്മിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ മനസ്സലിവ്. പ്രിയമുള്ളവരെ, നിങ്ങളെയും എന്നെയും രക്ഷിപ്പാൻ വേണ്ടി ദൈവം വലിയ ഒരു വില കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പൗലോസ് നമ്മോട് യാചിക്കുന്നത്. അതല്ലേ എവിടെയാണ് പറഞ്ഞത്? ഈ മേഴ്സീസ് അല്ലെങ്കിൽ മനസ്സലിവ് ഓർമ്മിപ്പിച്ചത് എവിടെയാ? ഈ റോമിലുള്ളതായ വിശ്വാസികൾക്ക് പൗലോസ് എന്ത് ചെയ്തു? ഓർമ്മിപ്പിച്ചു, അതിനെ ഓർമ്മപ്പെടുത്തി. എവിടെയാ ഓർമ്മപ്പെടുത്തിയത്? ഇതുവരെ നമ്മൾ അതല്ലേ കണ്ടത് അല്ലേ? 1-ാം അധ്യായം മുതൽ 11 വരെയുള്ളതായ അധ്യായങ്ങളിൽ പൗലോസ് എന്ത് ചെയ്തു? അവരെ ഓർപ്പിച്ചു. അവർക്ക് അവരെ പഠിപ്പിക്കുവാനിടയായി, അതിനെ വിവരിക്കുവാനിടയായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു യാചന വയ്ക്കുന്നത്. അതാണ് പറഞ്ഞത്, ഉപദേശം നമുക്ക് വേണം, അതുപോലെ പ്രായോഗികം വേണം. നമ്മൾ അറിഞ്ഞതായ കാര്യം ജീവിതത്തിൽ നമ്മൾ അത് പ്രായോഗികമാക്കണം. നമ്മൾ നീതിമാന്മാരാണ്, ദൈവം നമ്മളെ നീതിമാന്മാരാക്കി തീർത്തു. അങ്ങനെ നീതിമാന്മാരായവർ നീതി പ്രവർത്തിക്കണം. അതാണ് ഇനി മുതലുള്ളതായ അധ്യായങ്ങളിൽ അവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന മനസ്സലിവ് എവിടെയാ നമ്മൾ കാണുന്നത്? കാൽവറി ക്രൂശിൽ. ഇവിടെ പറയുന്ന മനസ്സലിവ് എവിടെയാണ് കാണുന്നത്? പുത്രനിൽ. ഇവിടെ കാണുന്നതായ മനസ്സലിവ് എവിടെയാണ് നമ്മൾ കാണുന്നത്? ക്രിസ്തുവിന്റെ നീതിയിൽ. പ്രിയമുള്ളവരെ, ആ ദൈവത്തിന് നന്ദിയുള്ളവരായി നമ്മൾ ജീവിക്കണം. അപ്പോൾ പൗലോസ് പറയുന്ന ഈ കാര്യത്തിന് വലിയൊരു വില കൊടുക്കണം, വലിയൊരു അറ്റൻഷൻ നമ്മൾ കൊടുക്കണം. എങ്ങനെയാ? നമ്മളെ സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു യാചന വയ്ക്കുകയാണ്. എന്താണ്? ആ കർത്താവിൻ്റെ മനസ്സലിവിനെ ഓർപ്പിച്ചിട്ട് അവിടെ പറയുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? പൗലോസ് അവിടെ പറയുന്നതിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ മനസ്സലിവ്. അതിൽ പറയുന്ന കാര്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബുദ്ധിയുള്ള ആരാധന അർപ്പിക്കണം. അതാണ് നിങ്ങളും ഞാനും ചെയ്യേണ്ടതായ ഒരു കാര്യം. അതിനുവേണ്ടി പൗലോസ് ഇവിടെ യാചിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? ബുദ്ധിയുള്ളതായ ആരാധന. ഞായറാഴ്ച കടന്നു വന്ന് കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ, അതാണോ ഇവിടെ പറയുന്നത്? അല്ല, കർത്താവിനെ നമ്മൾ ആരാധിക്കണം, കർത്താവിനെ മാത്രം ആരാധിക്കണം. അവൻ മാത്രമേ ആരാധനയ്ക്ക് യോഗ്യൻ. പ്രിയമുള്ളവരെ, അവനോട് തുല്യം ചൊല്ലുവാൻ ഈ ലോകത്തിൽ ആരുമില്ല. ജീവനുള്ളതായ കർത്താവ്, നമുക്ക് വേണ്ടി സ്വന്തം രക്തം ജീവന് നൽകിയതായ കർത്താവ്, അവനെ മാത്രം നിങ്ങളും ഞാനും ആരാധിക്കണം. അവനെ മാത്രം നമ്മൾ നമസ്കരിക്കണം. അവന് മാത്രം നമ്മൾ മഹത്വം അർപ്പിക്കണം. എപ്പോഴും ഇനി ഞായറാഴ്ച അവന്റെ സന്നിധിയിൽ കടന്നു വന്ന് അവനെ ആരാധിക്കണം. അപ്പവും പാത്രവും വെച്ച് അവനെ ആരാധിക്കണം. ക്രിസ്തു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, അവന്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അത് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് എന്താ? അപ്പം എന്ന് പറയുന്നത്. അവന്റെ രക്തം നമുക്ക് വേണ്ടി അവൻ ഒഴുക്കി നൽകിയിരിക്കുകയാണ്. അത് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പാത്രം എന്ന് പറയുന്നത്. ഞായറാഴ്ച കടന്നു വന്ന് അത് എന്ത് ചെയ്യണം? അതിൽ നിന്ന് പങ്കെടുത്ത് ആരാധിക്കണം. ആരാണ് പങ്കെടുക്കുവാൻ കഴിയുന്നത്? ആർക്കാണ് പങ്കെടുക്കുവാൻ കഴിയുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതായ ഒരു വ്യക്തി. ആ വ്യക്തിക്ക് ഈ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ആ ആരാധന അല്ല ഇവിടെ പറയുന്ന ആരാധന. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്.
എങ്ങനെ? ഞായറാഴ്ച മാത്രം വന്ന് ആരാധിച്ചിട്ട് പോകുന്ന ആ കാര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുള്ളതായ ആരാധന എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ, നമ്മൾ മുമ്പ് കേട്ടതായ ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അർപ്പിക്കേണ്ടതായ ആരാധന എങ്ങനെയുള്ള ആരാധന? ബുദ്ധിയുള്ളതായ ആരാധന. എ റീസണബിൾ സർവീസ്. ബുദ്ധിയുള്ളതായ ആരാധന, അല്ലെങ്കിൽ കാരണങ്ങളുള്ളതായ ആരാധന, അല്ലെങ്കിൽ മെച്ചമായ ആരാധന, അല്ലെങ്കിൽ ഉചിതമായ ആരാധന, അത് നമ്മൾ അർപ്പിക്കണം. അങ്ങനെ ചെയ്യുന്നുണ്ടോ പ്രിയമുള്ളവരെ? കർത്താവിനെ നിങ്ങൾ ബുദ്ധിയുള്ളതായ ആരാധന ദൈവത്തിന് അർപ്പിക്കുന്നുണ്ടോ? അത് എന്താണ്? അതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ വാക്യം മുഴുവനും ഇനി അവിടെ എടുത്തു പറയുന്നത്. എന്താണ് പറയുന്നത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ജസ്റ്റ് എന്നോട് ഞാൻ പറയുന്നത് ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ വളരെ നല്ലതാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു ബുദ്ധിയുള്ളതായ ആരാധന ദൈവത്തിന് അർപ്പിക്കണം. അതിനുവേണ്ടി ആ വാക്യം ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, നമ്മളത് എത്ര വായിച്ചാലും എന്ത് ചെയ്യില്ല എന്നറിയാമോ? ഒരു ബോറിങ്ങും തോന്നില്ല. എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിൽ അത്രമാത്രം അർത്ഥങ്ങളുള്ളതാണ്, അത്രമാത്രം അതിന് കൊടുക്കേണ്ടതായ വിലയും പ്രാധാന്യവും നമ്മൾ എന്ത് ചെയ്യണം? നൽകണം. അവിടെ എന്താണ് പറയുന്നത്? ബുദ്ധിയുള്ളതായ ആരാധന. ഈ ആരാധനയിൽ എന്തുണ്ട്? അവിടെ പറയുന്നത് ബുദ്ധിയുള്ളതായ ആരാധന ദൈവത്തിന് അർപ്പിക്കണം. ആ ആരാധനയിൽ എന്തുണ്ട്? യാഗമുണ്ട്. യാഗമില്ലാത്ത ആരാധന അല്ല. ഇവിടെ പറയുന്ന ഈ ആരാധനയിൽ എന്തുണ്ട്? യാഗമുണ്ട്. ഇത് എന്ത് യാഗം? ഇവിടെ പറയുന്ന യാഗം എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് പൗലോസിനോട് തന്നെ ചോദിക്കാം. എന്താണ് യാഗമായി സമർപ്പിക്കേണ്ടത്? നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കുക. ബുദ്ധിയുള്ളതായ ആരാധന ദൈവത്തിന് അർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവജനം അവരുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി എന്ത് ചെയ്യണം? സമർപ്പിക്കണം. ഇവിടെ പറയുന്ന സമർപ്പണം, സമർപ്പിപ്പിൻ എന്ന് പറയുകയാണ്. സമർപ്പിപ്പിൻ. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ സമർപ്പണം എന്ന് പറയുന്ന ആ വാക്ക് അതിൻ്റെ ആ ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. അത് ആജ്ഞാക്രിയാരൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? അത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. അവിടെ പറയുന്നത് ഇത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ സമർപ്പിക്കുക, അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളും ഞാനും മനസ്സ് ഉണ്ടെങ്കിലും മനസ്സ് ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. അവിടെ പറയുന്നത് നിങ്ങളും ഞാനും ദൈവത്തിന് അർപ്പിക്കേണ്ടതായ ഈ യാഗം എന്ത് ചെയ്യണമെന്നറിയാമോ? അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഞാനും ഈ കൽപ്പന അംഗീകരിക്കുവാൻ, ഈ കൽപ്പന ജീവിതത്തിൽ അത് നമ്മൾ അനുസരിക്കുവാൻ താല്പര്യമുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും ക്രിസ്തുവിനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? അവനെ നമ്മുടെ കർത്താവായിട്ട് സ്വീകരിച്ചു. നമ്മുടെ രക്ഷിതാവായിട്ട് മാത്രമല്ല, അവൻ നമ്മളെ ഭരിക്കുന്നവനാണ്, നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നവനാണ്. അങ്ങനെ ഉള്ളതായ രാജാവിൻ്റെ കൽപ്പന നിങ്ങൾ ഞാനും അത് അംഗീകരിക്കണം, അത് അനുസരിക്കണം. പ്രിയമുള്ളവരെ, അവഗണിക്കുവാൻ പാടില്ല. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് നമ്മൾ സമർപ്പിക്കേണ്ട ഒരു വലിയ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കും എനിക്കുമുണ്ട്. പ്രിയമുള്ളവരെ, പിശാച് അതിൽ നമ്മളെ പിന്തിരിക്കുവാൻ, ഈ ലോകം നമ്മുടെ ശ്രദ്ധകൾ അതിലേക്ക് മാറ്റുവാൻ വേണ്ടി നമ്മളെ ആകർഷിക്കും. നമ്മുടെ ശരീരം അത് വിലപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, ആ വിലപ്പെട്ടതായ ഈ ശരീരം നമുക്ക് തോന്നുന്നത് പോലെ ഉപയോഗിക്കുവാനുള്ള ഒരു അധികാരം രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്കില്ല. ആ അവകാശം നമുക്കില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം
ദൈവത്തിന് യാഗമായി നമ്മൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, യാഗമായി സമർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ദൈവത്തിന്റെ കൽപ്പന, ആ വലിയ രാജാവിന്റെ കൽപ്പന. അത് ലംഘിക്കുവാനുള്ളതായ അവകാശമില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ കർത്താവ് വിധിക്കുന്നവനാണ്. രക്ഷിക്കപ്പെടാതവർ വിധിക്കും. എവിടെയാ? നിത്യമായ നരകത്തിൽ. ഈ യേശു കർത്താവിനെ തിരസ്കരിച്ചവർ നിത്യമായ നരകത്തിൽ കടന്നു പോകും. എന്നാൽ രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികളെയും അവർക്കും എന്തുണ്ട്? ന്യായവിധിയുണ്ട്. പ്രിയമുള്ളവരെ, എന്ന് പറഞ്ഞ ന്യായവിധി എന്ന് പറഞ്ഞാൽ ദൈവം അവരെയും ശിക്ഷിക്കും. നമ്മൾ ദൈവം പറഞ്ഞ കൽപ്പന അത് ലംഘിക്കുവാൻ പാടില്ല. എന്താണെന്നറിയാമോ? നമ്മൾ ബുദ്ധിയുള്ളതായ ആരാധന ദൈവത്തിന് അർപ്പിക്കണം. അതിലുള്ള യാഗം എന്താണ്? യാഗം എന്താ? നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക. ആ സമർപ്പണം എന്ന് പറയുന്ന വാക്ക് അത് ഏത് ആശയമാണത് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്? അതെന്താണ്? ക്രിയാരൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇനി ശരീരം, ഇവിടെ പറയുന്ന ഈ ശരീരം എന്ന് പറയുന്ന ഈ കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ ഇരുന്നതായ ഗ്രീക്ക് തത്വചിന്തകന്മാർ അവരുടെ മനസ്സിലുള്ളതായ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. അവർ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: ആത്മാവ് എന്ന് പറയുന്നതും ശരീരം എന്ന് പറയുന്ന ആ കാര്യത്തിന് അവർ ചില അർത്ഥങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ പറഞ്ഞു കൊടുക്കുവാനിടയായി. എന്താണ് പറഞ്ഞത്? അവരുടെ, അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? ഈവിളാണ്, തിന്മ നിറഞ്ഞതാണ്. എന്നാൽ ആത്മാവ് എന്ന് പറയുന്നത് നല്ലതാണ്. ഈ തിന്മയും നല്ലതും ഒന്ന് ചേരുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്തു ചെയ്താലും അത് നമ്മുടെ ആത്മാവിനെ ബാധിക്കുകയില്ല എന്നുള്ള ഒരു തെറ്റായ പഠിപ്പിക്കൽ ഈ ഗ്രീക്ക് തത്വചിന്തകന്മാർ പറഞ്ഞു കൊടുക്കുവാനിടയായി. അത് കാരണം ആളുകൾ അവരുടെ ശരീരത്തിന് അവർക്ക് തോന്നുന്നത് പോലെയെല്ലാം ഉപയോഗിക്കുവാനിടയായി, പാപം ചെയ്യുവാനിടയായി, പാപത്തിൽ ജീവിക്കുവാനിടയായി. അങ്ങനെ വിശ്വാസികളും ജീവിക്കുവാനിടയായി. അങ്ങനെ കൊരിന്തിലുള്ളതായ ആളുകൾ ജീവിച്ചു. അങ്ങനെ പല സഭകളിലുള്ളതായ ആളുകൾ ജീവിക്കുവാനിടയായി. അന്ന് മാത്രമല്ല, ചരിത്രത്തിലുടനീളം പലരും അങ്ങനെ ജീവിച്ചു. ഇന്നും പലരും അങ്ങനെയാണ് ജീവിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് എന്താ? എൻ്റെ ശരീരം അത് എൻ്റെ അവകാശമാണ്, എനിക്ക് എന്തും ചെയ്യാം. അല്ല, അങ്ങനെയുള്ള അവകാശം നമുക്കില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം അത് യാഗമായി ആർക്ക് സമർപ്പിക്കണം? ദൈവത്തിന് സമർപ്പിക്കണം. നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ശരീരത്തിന് ബൈബിൾ കാണുന്നത് പോലെ, ദൈവവചനം കാണുന്നത് പോലെ, ദൈവം നമ്മളോട് പറയുന്നത് പോലെ നിങ്ങളും ഞാനും കാണേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി ഈ യാഗം, ഇവിടെ ഈ ശരീരത്തിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യാഗമായി സമർപ്പിക്കണം. യാഗമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്താണ്? പഴയ നിയമത്തിലുള്ളതായ യാഗങ്ങൾ. ഈ യാഗങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ വായിക്കുന്നത് എവിടെയാ? പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം എന്ന് പറയുന്ന പുസ്തകം 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ അവിടെയാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തതായ ന്യായപ്രമാണത്തിൽ യാഗങ്ങളെ കുറിച്ചുള്ളതായ ഒരു വിവരണം നമുക്ക് കാണുവാൻ കഴിയും. എങ്ങനെയുള്ള യാഗങ്ങളാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്? ഒന്ന് ഹോമയാഗം, അടുത്തത് ഭോജനയാഗം, അടുത്തത് സമാധാനയാഗം, അടുത്തത് പാപയാഗം, അടുത്തത് അകൃത്യയാഗം എന്ന് പറയുന്ന 5 യാഗങ്ങൾ ദൈവം ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണത്തിൽ കൊടുക്കുവാനിടയായി. ആ യാഗങ്ങളിലെല്ലാം യാഗമൃഗങ്ങളുണ്ട്. ഭോജനയാഗത്തിന് അതിന് ഒഴിച്ച് മറ്റുള്ളതായ യാഗങ്ങളിൽ യാഗമൃഗങ്ങളുണ്ട്. ആ യാഗമൃഗങ്ങൾ എന്ത് ചെയ്യണം? മരിക്കണം. ആ യാഗങ്ങളെല്ലാം ചത്തയാഗങ്ങളാണ്, അല്ലേ? ആ യാഗങ്ങളെല്ലാം ചത്തയാഗങ്ങൾ. മൃഗത്തിനെ കൊണ്ടുചെന്ന് അതിൻ്റെ തലയിൽ കൈവച്ച് പാപത്തിനെ അതിലേക്ക് ചുമത്തി അവിടെ ഉള്ളതായ പുരോഹിതൻ അതിൻ്റെ തല അവിടെ അറുക്കുകയാണ്. അതിന് രക്തം അവിടെ വാർന്നു ഒഴുകുകയാണ്. രക്തം ചൊരിയപ്പെട്ട് ആ യാഗ മൃഗം അവിടെ മരിക്കുകയാണ്. ആ ശരീരം ആ യാഗപീഠത്തിൽ ദഹനിക്കപ്പെടുകയാണ്, അവിടെ ചാരമായി തീരുകയാണ്. അങ്ങനെയുള്ള യാഗത്തിനെ കുറിച്ചുള്ള അറിവാണ് നമുക്ക് വരുന്നത്. ഇവിടെ പറയുന്ന യാഗം
ശരീരത്തിന് യാഗമായി സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ശരീരത്തിനെ കൊല്ലണം, മരിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചത്തുപോകണം എന്നുള്ള അർത്ഥത്തിലാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല. ഈ യാഗത്തിന് പ്രത്യേകതകളുണ്ട്. എങ്ങനെയുള്ള പ്രത്യേകതകളാണ്? There are a lot of specialities for this wonderful sacrifice. ഈ യാഗത്തിനുള്ളതായ പ്രത്യേകത എന്താ? നമ്മുടെ ശരീരത്തിന് ദൈവത്തിന് നമ്മൾ യാഗമായി സമർപ്പിക്കുമ്പോൾ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എങ്ങനെയാ? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. അത് ചത്ത യാഗമായിട്ടല്ല. നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയമുള്ളവരെ. പഴയ നിയമത്തിൽ യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ? അവരുടെ ശരീരത്തിന് അല്ലെങ്കിൽ ആ യാഗമൃഗത്തിന് അവർ ദൈവത്തിന് സമർപ്പിക്കും. ദൈവം അതിനെ സ്വീകരിക്കും. അതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതെല്ലാം എന്താ? ജീവനില്ലാത്ത യാഗങ്ങൾ. എന്നാൽ നമ്മുടെ ശരീരത്തിന് ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. ഇതിനെക്കുറിച്ച് പൗലോസ് തന്നെ മറ്റുള്ളതായ ലേഖനങ്ങളിൽ വളരെ വിവരിച്ച് അത് പറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് അതിലേക്ക് ഒന്ന് കടക്കാം. ആദ്യം 1 കൊരിന്ത്യർ 15:31 വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15:31 വാക്യം. ഇവിടെ കൊരിന്ത് എന്ന് പറയുന്ന ആ പട്ടണത്തിലുള്ളതായ സഭയിലുള്ള വിശ്വാസികളോട് ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം എന്താണ് പറയുന്നത്? തൻ്റെ ജീവിതത്തിനെ കുറിച്ച് പറയുകയാണ്. തൻ്റെ ജീവിതത്തിൽ താൻ കടന്നു പോകുന്ന, താൻ അനുഭവിക്കുന്ന, താൻ ചെയ്യുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പറയുന്നത്? ഞാൻ ദിവസേന എന്ത് ചെയ്യുന്നു? മരിക്കുന്നു. അത് ഈ ഒരു 15-ാമത്തെ അധ്യായം, 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചാൽ അത് ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു അധ്യായം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ മരിച്ചാലും അവൻ എന്ത് ചെയ്യും? ജീവിക്കും, അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള അർത്ഥത്തിൽ അവിടെ പറയുകയാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാണ്? ദിവസേന മരിക്കുന്നു. ദിവസേന മരിക്കുന്നു. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഓരോ വർഷവും നമുക്ക് എന്താ? ബർത്ത്ഡേസ് കടന്നു വരികയാണ്, അല്ലേ? നമ്മൾ വളരുകയാണോ മരിക്കുകയാണോ? നമ്മൾ ജനിച്ചത് മുതൽ എന്ത് ചെയ്യുന്നു? ഓരോ വർഷവും ഇങ്ങനെ വളരുകയാണ്. എന്നാൽ ഇവിടെ നമ്മുടെ അതായത് പൗലോസിന്റെ വാക്കുകളിൽ നമ്മൾ അതെടുത്ത് കടമെടുത്താൽ നമുക്ക് പറയുവാൻ കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഓരോ ദിവസവും നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചത് മുതൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സെല്ലും അത് ഓരോ ദിവസവും എന്ത് ചെയ്യാണ്? മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, മരണത്തിലേക്ക് അടുത്തുകൊണ്ടു പോകുകയാണ്. എന്നാൽ ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ മരിച്ചുകൊണ്ടിരുന്നാലും എനിക്കൊരു വലിയ പ്രത്യാശ ഉണ്ട്. ഒരു നാൾ എന്ത് ചെയ്യും? ഞാൻ ഉയർത്തെഴുന്നേൽക്കും മരിച്ചാലും. എന്നാൽ ഇവിടെ പറയുന്നത് ശരീരത്തിൽ മരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ നമ്മൾ നമ്മുടെ ശരീരത്തിന് ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ പറയുന്ന മരണമല്ല. മറ്റൊരു ഭാഗത്ത് പൗലോസ് പറയുന്ന വാക്കുകളിലേക്ക് നമ്മൾ കടന്നു പോകാം. എവിടെയാ? ഫിലിപ്പിയർ 1-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. ഫിലിപ്പിയർ 1:21 വാക്യം വളരെ പരിചയമുള്ളതായ വാക്യം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം. അവിടെ പറയുന്ന മരണം എന്ന് പറയുന്നത് ശരീരമരണത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ആദ്യം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. എനിക്ക് ജീവിക്കുന്നത് എന്താണ്? ക്രിസ്തു. ഞാൻ എൻ്റെ ശരീരത്തിന് ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ജീവിക്കേണ്ടത് ആരാണ്? ക്രിസ്തുവാണ്. എൻ്റെ ശരീരത്തിൽ ഞാൻ ജീവിച്ചാൽ ഞാൻ എൻ്റെ ശരീരത്തിന് ദൈവത്തിന് യാഗമായി സമർപ്പിക്കുന്നില്ല. നേരെ മറിച്ച് എൻ്റെ ശരീരത്തിൽ ക്രിസ്തു ജീവിച്ചാൽ ഞാൻ എന്ത് ചെയ്യുകയാണ്? എൻ്റെ ശരീരത്തിന് ദൈവത്തിന് ജീവനുള്ള യാഗമായി സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ശരീരത്തിന് ജീവനുള്ള യാഗമായി സമർപ്പിക്കുക എന്ന് പൗലോസ് പറയുന്നത്? ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ ജീവിക്കുവാൻ എന്ത് ചെയ്യണം? അനുവദിക്കണം.
നമ്മുടെ ശരീരത്തിൽ ക്രിസ്തുവാണ് ജീവിക്കേണ്ടത്. ഇന്ന് പലപ്പോഴും ആരാ ജീവിക്കുന്നത്? നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളാണ് പ്രിയമുള്ളവരെ, അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരം ചോദിക്കുന്ന കാര്യങ്ങൾ, ആ ഇഷ്ടം അത് നിറവേറ്റി കൊടുക്കുകയാണ്. അത് പാപം. ദൈവമക്കൾ, ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവജനം നമ്മുടെ ശരീരത്തിന് ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യണം? ജീവിക്കുവാൻ അനുവദിക്കണം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കണം. എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. എന്റെ വാക്കുകളിൽ കൂടി, എന്റെ പ്രവൃത്തികളിൽ കൂടി, എന്റെ ഇടപെടലുകളിൽ കൂടി ക്രിസ്തു നമ്മിൽ, എന്നിൽ ജീവിക്കുവാൻ അനുവദിക്കണം. പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ജീവിക്കുന്നുണ്ടോ? എന്റെ ആഗ്രഹങ്ങളല്ല കർത്താവേ, അങ്ങയുടെ ആഗ്രഹം അത് നിറവേറണമേ എന്ന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാ? Who is a Christian? Christian is one who has Christ inside. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഉള്ളവനാണ് ക്രിസ്ത്യാനി. അതുപോലെ ക്രിസ്തുവിൽ ഉള്ളവനാണ് ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ ക്രിസ്തുവിലാണ്. അതുമാത്രമല്ല, ക്രിസ്തു ഉള്ളവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനി അല്ല. ഒരു പേരിൽ മാത്രം ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതല്ല, ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തു ജീവിക്കുന്ന വ്യക്തിയായി ജീവിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും ക്രിസ്തു നമ്മിൽ ജീവിക്കുവാൻ അനുവദിക്കണം. പ്രിയമുള്ളവരെ, പൗലോസ് താൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ തന്റെ ജീവിത യാത്രയിലെല്ലാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തത് തന്റെ ശരീരത്തിൽ ക്രിസ്തു ജീവിക്കുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പലരും വെളിപ്പെടുത്തുന്നതെല്ലാം പല കാര്യങ്ങളാണ്. പറയുവാൻ പോലും നമുക്ക് കഴിയുകയില്ല, സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിൽ ഞാനല്ല, എൻ്റെ ക്രിസ്തു എനിക്ക് വേണ്ടി തൻ്റെ സ്വന്തം ജീവൻ രക്തം ഒഴുക്കി നൽകിയതായ ക്രിസ്തു, അവൻ മറ്റുള്ളവർ കാണണം. അതിനുവേണ്ടി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണം. പൗലോസ് അങ്ങനെയാണ് ജീവിച്ചത്. പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് എന്താണ്? അത് ലാഭമാണ്. ക്രിസ്തു നമ്മൾ ജീവിച്ചാൽ, ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ജീവിച്ചാൽ അത് എന്താണെന്നറിയാമോ? അത് ലാഭമാണ്. അത് വലിയ ഒരു പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മരണം നമുക്ക് കടന്നു വന്നാൽ അത് വലിയ ലാഭമായി തീരും. അല്ലാതെ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി ജീവിച്ചാൽ, ലോകത്തിന് വേണ്ടി ജീവിച്ചാൽ മരണം നഷ്ടമാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ, ക്രിസ്തു നമ്മിൽ ജീവിച്ചാൽ മരണം വന്നാൽ ഒരു വലിയ ലാഭം. മരണത്തിന് ശേഷം ദൈവത്തിൽ നിന്ന് പ്രതിഫലങ്ങൾ നമ്മൾ വാങ്ങും. അല്ലാതെ ഈ ലോകത്തിൽ നമുക്ക് തോന്നുന്ന പോലെ എല്ലാം ജീവിച്ച് ചതിക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചതിച്ചും വെട്ടിച്ചും തെറ്റുകൾ ചെയ്ത് പാപം ചെയ്ത് ജീവിച്ച് മരിച്ചു പോയാൽ മരണം അത് വലിയ നഷ്ടമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ദൈവത്തിന് യാഗമായി സമർപ്പിക്കുമ്പോൾ യാഗം എങ്ങനെയുള്ളതായിരിക്കണം? ജീവനുള്ള യാഗമായിരിക്കണം. അതെങ്ങനെയാ? ക്രിസ്തു നമ്മിൽ ജീവിക്കുന്ന ആ ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരം എന്ത് ചെയ്യണം? ക്രിസ്തുവിന് യാഗമായി നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു രഹസ്യം പറയാം. രഹസ്യമല്ല, ബൈബിളിൽ വെളിപ്പെടുത്തപ്പെട്ട കാര്യമാണ്, ഒരു പരസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അത് മനസ്സിലാക്കി ജീവിതത്തിൽ അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു എന്താ പറയുക, ചിന്തയിൽ വേണം ലോകത്തിൽ ജീവിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ, ഈ ശരീരം നമ്മൾ ജീവനുള്ള യാഗമായി ക്രിസ്തുവിന്, ദൈവത്തിന് സമർപ്പിച്ചാൽ ഈ ശരീരത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുകയില്ല. മറ്റൊരു കാര്യം ഞാൻ പറയാം. ഞാൻ എൻ്റെ ശരീരത്തെ ദൈവമകനായി, ദൈവമകളായി ക്രിസ്തുവിന് യാഗമായി സമർപ്പിച്ചാൽ ഈ ശരീരത്തിന് ദൈവത്തിന് കൊടുക്കുന്നതായ ആ പ്രാധാന്യം അവന് കൊടുക്കുന്നതിനേക്കാൾ ശരീരത്തിന് ഞാൻ കൊടുക്കുകയില്ല. ഇന്നൊന്ന്, ഞാൻ എൻ്റെ ശരീരം ക്രിസ്തുവിന് യാഗമായി സമർപ്പിച്ചാൽ അത് പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മുടെ ജീവിതം ശുഭകരമായിരിക്കുകയില്ല, രസകരമായുള്ള ജീവിതമായിരിക്കുകയില്ല. അങ്ങനെ ജീവിക്കുന്നവർക്ക്
എന്ത് ഉണ്ടാകും? പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. ആദ്യം 1 തിമത്തിയോസ് അതിന്റെ 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. 1 തിമത്തിയോസ് 3-ന്റെ 12-ാമത്തെ വാക്യം. 1 തിമത്തിയോസ് 3-ന്റെ 12-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ 2 തിമത്തിയോസ് 3-ന്റെ 12 വായിക്കുകയാണ്. എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം എന്താ? ഉപദ്രവം ഉണ്ടാകും. ഉപദ്രവം ഉണ്ടാകും. ഒരു പ്രാവശ്യം നമുക്കൊന്ന് ഉച്ചത്തിലൊന്ന് വായിക്കാം. ആരെങ്കിലും ഒന്ന് വായിച്ചേ പ്ലീസ്. 2 തിമത്തിയോസ് 3-ന്റെ 12-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, നമുക്ക് എന്തുണ്ടാകും? ഉപദ്രവമുണ്ടാകും. ആർക്ക് ഉപദ്രവമുണ്ടാകും? അവിടെ പറയാണ്, ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഉപദ്രവമുണ്ടാകും. ക്രിസ്തു യേശുവിൽ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക പ്രയോഗം പുതിയ നിയമത്തിൽ അത് കാണിക്കുന്നത് എന്താണ്? രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ കുറിച്ചാണ്. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇനി അവിടെ പറയാണ്, ക്രിസ്തു യേശുവിലുള്ളവർക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക്, ദൈവമക്കൾക്ക് എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകും. അങ്ങനെയാണോ? അല്ല. ക്രിസ്തു യേശുവിൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ പറയാണ്, ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക്. ഇന്ന് പല വിശ്വാസികളും അവർക്ക് ഉപദ്രവമോ പ്രശ്നമോ അങ്ങനെ ഒന്നുമില്ല. എന്നാൽ ചിലർക്ക് മാത്രം ഉപദ്രവം, ചിലർക്ക് മാത്രം കഷ്ടപ്പാടുകൾ. എന്താ കാരണം? അവർക്ക് ഒരു മനസ്സുണ്ട്. എന്താണ് മനസ്സ്? അവർക്ക് ഭക്തിയോടെ ജീവിപ്പാനുള്ള മനസ്സുണ്ട്. പ്രിയമുള്ളവരെ, ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് ആ നിമിഷം ആ ഒരു തീരുമാനമെടുക്കുന്നതായ ആ ഒരു ക്ഷണം തന്നെ പിശാച് വെറുതെ ഇരിക്കുകയില്ല. ഭക്തിയോടെ ജീവിപ്പാൻ. ഭക്തിയോടെ ജീവിപ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവഭക്തിയോടെ ജീവിപ്പാൻ എന്ന് പറഞ്ഞാൽ ദൈവ ഭയത്തോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക്, ശരീരത്തിന് ദൈവത്തിന് ജീവനുള്ള യാഗമായി സമർപ്പിപ്പാൻ മനസ്സുള്ളവർക്ക് ശരീരത്തിൽ ഉപദ്രവമുണ്ടാകും. പ്രശ്നം കടന്നു വരും. അത് വരും. ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ് പറയുന്നത്? ക്രിസ്തുവിലേക്ക് കടന്നു വരിക, ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല, ജീവിതം ശുഭകരമായിരിക്കും, നിങ്ങളുടെ മക്കൾക്ക് ജോലി ലഭിക്കും, നിങ്ങൾക്ക് വീടുണ്ടാകും, പണമൊത്തിരി കിട്ടും. അങ്ങനെ കർത്താവിന്റെ അടുക്കലേക്ക് വരിക, ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല. അത് തെറ്റാണ്. ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ, ക്രിസ്തുവെ സ്നേഹിച്ച് അവന് വേണ്ടി ജീവിക്കുമ്പോ ലോകം വെറുക്കും. സ്വന്തക്കാർ അവർ ശത്രുക്കളായി മാറും. ഈ ലോകം നമ്മളെ ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ ഉള്ളതായ പ്രശ്നങ്ങൾ കടന്നു വരാം. ജീവിതത്തിൽ രോഗങ്ങൾ കടന്നു വരാം. ചിലർ പറയും, നിങ്ങൾ ഈ ബൈബിളൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രം ഈ പ്രശ്നം? എന്തുകൊണ്ടാണ് ക്യാൻസർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ കടന്നു വരുന്നു? എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആ വ്യക്തി മരിച്ചു പോകുന്നു? ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം? നിന്ദിക്കാം, പരിഹാസം പറയാം. ഞാൻ പറയട്ടെ, ബൈബിൾ എന്താ പറയുന്നത്? ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന് വേണ്ടി ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എന്തുണ്ട്? ഉപദ്രവമുണ്ട്, കഷ്ടമുണ്ട്. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ആ കഷ്ടതയിൽ, ആ ഉപദ്രവത്തിൽ സമാധാനം. എന്നാൽ രക്ഷിക്കപ്പെടാത്തവർക്ക് അതില്ല. അവർക്ക് നിരാശയാണ്. അവർക്ക് ഈ ഭാവിയെക്കുറിച്ചുള്ളതായ ആ ഒരു പ്രത്യാശയില്ല. എന്നാൽ വിശ്വാസികളായ നമുക്ക് വലിയൊരു പ്രത്യാശ ഉണ്ട്. ഉപദ്രവത്തിലും മരണത്തിലും ആപത്തിലും അനർത്ഥത്തിലും പ്രത്യാശയും വലിയ ഒരു വലിയ പ്രത്യാശ ഉള്ളവരായി, സമാധാനമുള്ളവരായി ജീവിക്കുവാൻ കഴിയും. ഏതാണ് നല്ലത്? ഞാൻ പറയട്ടെ, നമ്മുടെ ശരീരത്തിന് ദൈവത്തിന് യാഗമായി സമർപ്പിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഉപദ്രവം ഉണ്ടാകും. എന്നാൽ ഒറ്റൊരു വാക്യം വായിക്കാം. യോഹന്നാൻ 16:33. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞേ?
ആര് പറഞ്ഞു? യേശു കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്, ഉപദ്രവമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. അത് ആരാ പറഞ്ഞത്? ക്രിസ്തു പറഞ്ഞു. എന്നാൽ ഇന്ന് ചിലർ പറയുന്നത് ഇല്ല എന്നാ. ചിലർ പറയുന്നത് ഇല്ല എന്ന് പറയാണ്. എന്നാൽ കർത്താവ് പറയുന്നു നമുക്കുണ്ട് പ്രിയമുള്ളവരെ. കർത്താവിനെ സ്നേഹിച്ച് അവന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അത് ഉണ്ട്. എന്നാൽ കർത്താവ് മറ്റൊന്ന് പറഞ്ഞു. എന്താ? ധൈര്യപ്പെടുവിൻ. അതാണ് നമുക്ക് വേണ്ടത്. പേടിക്കാൻ ആവശ്യമില്ല. ധൈര്യപ്പെടുവിൻ. Be cheer up. Get ready. കർത്താവിനെ സ്നേഹിച്ച് അവന് വേണ്ടി നിൽക്കുമ്പോൾ, ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമില്ല. പ്രശ്നമില്ലെങ്കിലാണ് പ്രശ്നം. ഓക്കെ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല, ഇങ്ങനെ ജീവിച്ചാൽ മതി. അങ്ങനെയാണ് പിശാച് നിങ്ങളോട് പറയുന്നത്. വേറെ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ പോയാൽ മതി. അല്ല, ഇങ്ങനെ ജീവിച്ചാൽ പോരാ. കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരിക പ്രിയമുള്ളവരെ. അവന് വേണ്ടി നമ്മുടെ ശരീരത്തിനെ യാഗമായി സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ആശയം ഇതാണ്. എന്താണെന്നറിയാമോ? ഉപദ്രവത്തിലും കഷ്ടതയിലും പിറുപിറുപ്പില്ലാത്ത, പരാതിയില്ലാത്ത ക്രിസ്തീയ ജീവിതമാണ് ശരീരത്തെ ദൈവത്തിന് യാഗമായി സമർപ്പിച്ച ജീവിതം. അത് ഒരു ആശയം. ജീവനുള്ള യാഗമായി ശരീരത്തിന് ദൈവത്തിന് സമർപ്പിച്ചവർ ജീവിതത്തിൽ എന്തു തന്നെ കടന്നു വന്നാലും പിറുപിറുക്കുകയില്ല, പരാതി പറയുകയില്ല, ദൈവത്തെ കുറ്റപ്പെടുത്തുകയില്ല, ഈ മാർഗം വേണ്ട എന്ന് തിരസ്കരിക്കുകയില്ല, കർത്താവിനെ തിരസ്കരിച്ച് അവരുടെ മുൻപിലത്തെ പാതയിലേക്ക് കടന്നു പോകുകയില്ല. എന്തു തന്നെ വന്നാലും അവനെ അനുഗമിക്കും. യോബിനെ പോലെ അവൻ എന്നെ കൊന്നാലും അവന് വേണ്ടി കാത്തിരിക്കുമെന്ന് പറയും. അതാണ് ക്രിസ്തുവിന് വേണ്ടി ശരീരത്തിനെ സമർപ്പിച്ചതായ ക്രിസ്ത്യ ജീവിതം. പൗലോസിനെ പോലെ പറയും, പട്ടയം, ഉപദ്രവം, വാൾ, പട്ടിണി എന്തു തന്നെ വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുകയില്ല. അങ്ങനെയുള്ള ജീവിതമുണ്ടോ? പ്രശ്നം വരുമ്പോൾ അയ്യോ എനിക്ക് മാത്രം എന്താണ് ഈ ഒരു പ്രശ്നം എന്ന് പരാതിക്ക് കരയുന്നവരാണോ നിങ്ങൾ? ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നവരാണോ? ഇന്ന് അത് നിർത്തണം. അങ്ങനെ വേണ്ട. അതല്ല, എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിനെ സ്നേഹിച്ച് അവന് വേണ്ടി എൻ്റെ ജീവിതത്തിനെ ഞാൻ സമർപ്പിച്ച് ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ജീവിക്കുവാൻ ഞാൻ അനുവദിക്കും എന്നുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാം. ഇന്ന് നമ്മൾ കണ്ടത് ദൈവത്തിന് എന്ത് ചെയ്യണം? ഒരു ബുദ്ധിയുള്ളതായ ആരാധന അർപ്പിക്കണം. ആ ആരാധനയിൽ എന്തുണ്ട്? യാഗമുണ്ട്. ആ യാഗം എന്താണ്? നമ്മുടെ ശരീരം ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് യാഗം. ആ സമർപ്പണം എന്ന് പറയുന്നത് കൽപ്പനയാണ്. നമ്മൾ അനുസരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം ദൈവത്തിന് സമർപ്പിക്കണം. അത് എങ്ങനെയാണ് ശരീരത്തിന് സമർപ്പിക്കേണ്ടത്? ഒന്നാമത് നമ്മൾ കണ്ടത് അതെന്താ? ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ എൻ്റെ ശരീരത്തിൽ പ്രശ്നം വന്നാലും ദുഃഖം വന്നാലും കർത്താവിനെ വിട്ടിട്ട് അങ്ങനെ വേറുപെടാതെ അവന് വേണ്ടി അവസാനത്തോളം നിൽക്കുന്നതായ ആ ജീവിതം. ഇന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കുമോ? എൻ്റെ ജീവിതത്തിൽ എന്ന് തന്നെ സംഭവിച്ചാലും, എങ്ങനെയുള്ളതായ പ്രശ്നങ്ങൾ കടന്നു വന്നാലും ഈ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ പിന്തിരികയില്ല, അവന് വേണ്ടി അവസാനത്തോളം ഞാൻ നിൽക്കും എന്നുള്ളതായ ആ ഒരു രീതിയിൽ നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. ഈ ലോകത്തിൽ പ്രശ്നങ്ങളുണ്ട്, ദുഃഖമുണ്ട്, ഭാരമുണ്ട്, കണ്ണുനീരുണ്ട്, അതെല്ലാം ഉണ്ട്. എന്നാൽ ഒരു നാൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കപ്പെട്ടവരായി, പ്രതിഫലം വാങ്ങിക്കൂട്ടുന്നവരായി നിൽക്കുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ഒരു താൽക്കാലികമായിട്ടുള്ള ജീവിതം ലോകത്തിലുള്ളത് എന്തു തന്നെ ശരീരത്തിൽ സംഭവിച്ചാലും ജീവനുള്ള യാഗമായി കർത്താവിന് സമർപ്പിച്ചതുകൊണ്ട് പരാതി പറയാതെ, കർത്താവിനെ കുറ്റപ്പെടുത്താതെ ദൈവത്തിന് വേണ്ടി അവസാനത്തോളം നമുക്ക് നിൽക്കാം. ക്രിസ്തു ശരീരത്തിൽ വാഴുവാൻ, അത് അവനെ മറ്റുള്ളവർക്ക് കാണിക്കുവാനായിട്ട് അങ്ങനെ ഒരു ഒരുക്കമുള്ളവരായി, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നവരായിട്ട് ആയിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ യാഗത്തിനെ കുറിച്ചും മറ്റുള്ളതായ കാര്യങ്ങളെക്കുറിച്ചും ദൈവം അനുവദിച്ചാൽ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം അതിനായിട്ടുള്ളതായ കൃപ ധാരാളമായിട്ട് ദൈവം നമുക്ക് നൽകട്ടെ. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.